നമസ്കാരം. പാർട്ട് 1 എന്താണ് ഭരണഘടന എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇനി ഭരണഘടന എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഭരണഘടന നിർമ്മിച്ചത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഭരണഘടന നിർമ്മിച്ചത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഈ സഭ രൂപം കൊള്ളാൻ കാരണം ക്യാബിനറ്റ് മിഷൻ. ഈ സഭ രൂപം കൊള്ളാൻ കാരണം ക്യാബിനറ്റ് മിഷൻ. എന്നാണ് ഈ സഭ രൂപീകൃതമായത്? 1946 നവംബർ. സ്വാതന്ത്ര്യത്തിന് ഒരു വർഷം മുന്നേന്ന് ഓർത്താൽ മതി. നവംബർ മാസത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. എന്നാൽ ഇതിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 അവസാനിച്ചത് ഡിസംബർ 23. ഡിസംബർ 9 തുടങ്ങി 23 അവസാനിച്ചു. അപ്പോൾ ഈ ഒരു സഭയിൽ 389 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 296 പേര് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളായിരുന്നു. ബാക്കിയുള്ളവർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും. അപ്പോൾ ആരൊക്കെ ഉണ്ട്? ആകെ 389 പേരുണ്ട്. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുമുണ്ട്, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളുമുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 389. ബാക്കിയുള്ളവർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരായിരുന്നു. അപ്പോൾ ഈ ഒരു സഭയിൽ എത്ര വനിതകളുണ്ടായിരുന്നു? 17 വനിതകളുണ്ടായിരുന്നു. ഈ 389 പേരിൽ 17 പേര് വനിതകളായിരുന്നു. പിന്നീട് ഇന്ത്യ വിഭജനത്തിന് ശേഷം വനിതകളുടെ എണ്ണം കുറഞ്ഞിട്ട് 15 ആവുകയാണ് ചെയ്തത്. കൂടുതലല്ല ചെയ്തത്, കുറയാണ് ചെയ്തത്. ഇനി നമുക്ക് സ്ഥിരം വരുന്നൊരു ക്വസ്റ്റ്യനാണ്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനത്തിലെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇതെപ്പോഴും ചോദിക്കലുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ അതും സച്ചിദാനന്ദ സിൻഹ തന്നെയാണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ചോദിച്ചാൽ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ആദ്യത്തെ അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ, താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ, സ്ഥിരം അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്. സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കപ്പെട്ടത് 1946 ഡിസംബർ 11. അപ്പോൾ നമ്മൾ അധ്യക്ഷന്മാരെ പറഞ്ഞു. ഇനി ഉപാധ്യക്ഷന്മാരുണ്ടായിരുന്നു. HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. ഇനി സെക്രട്ടറി ആരാന്ന് നോക്കാം അല്ലേ. സെക്രട്ടറി HVR അയ്യങ്കാർ. സെക്രട്ടറി HVR അയ്യങ്കാർ. അങ്ങനെ പറഞ്ഞു തന്നെ പഠിച്ചാൽ മതി. സെക്രട്ടറി HVR അയ്യങ്കാർ. അപ്പോൾ നമ്മൾ അധ്യക്ഷനാരെ പറഞ്ഞത് സച്ചിദാനന്ദ സിൻഹ. താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഉപാധ്യക്ഷൻ HC മുഖർജി, VT കൃഷ്ണമാചാരി. സെക്രട്ടറി HVR അയ്യങ്കാർ. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര വനിതകൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്? 17 പേരല്ലേ. 17 വനിതകളുണ്ടായിരുന്നു. അപ്പോൾ എത്ര മലയാളികൾ ഉണ്ടായിരുന്നു? അതും 17. വനിതകളുടെ എണ്ണം 17, മലയാളികളുടെ എണ്ണം 17. ഈ 17 മലയാളികളിൽ 3 പേര് വനിതകളായിരുന്നു. അത് ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ആദ്യത്തെ പേരുകളൊന്നും ഓർത്താൽ മതി. ആനി, അമ്മു, ദാക്ഷായണി. ആനി, അമ്മു, ദാക്ഷായണി. അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയ വ്യക്തി BN റാവു. ഡ്രാഫ്റ്റ് റാവു. ഇനി ഈ ഭരണഘടന ഒരാൾ എഴുതി തയ്യാറാക്കി. ഇത്തരത്തിൽ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയ വ്യക്തി പ്രേം ബിഹാരി നരേൻ റെയ്സാദ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണൻ. ഓക്കെ. അപ്പോൾ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ പ്രേം ബിഹാരി നരേൻ റെയ്സാദയും ഹിന്ദി കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണനുമാണ്. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് നെഹ്റു ആണ്. അതെല്ലാവർക്കും അറിയാലോ. ആമുഖം തയ്യാറാക്കിയത് നെഹ്റു ആണ്. ഒരു എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ ആമുഖം, അതിൻ്റെ കവർ പേജ് എല്ലാം നിങ്ങൾക്ക് ഓർമ്മ വരണം. അപ്പോൾ നമ്മൾ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണെന്ന് പറഞ്ഞു. അപ്പോൾ കവർ പേജ് ആരായിരിക്കും? കവർ പേജ്, ലേഔട്ട് തുടങ്ങിയവ നന്ദലാൽ ബോസ് ആണ് കവർ പേജും ലേ ഔട്ടും ഒക്കെ തയ്യാറാക്കിയത്. ഓക്കെ. അപ്പോൾ ഈ സഭയുടെ ഏറ്റവും അവസാനത്തെ സമ്മേളനം നടന്നത് 1950 ജനുവരി 24.
അപ്പോൾ ആദ്യത്തെ നടന്നത് എന്നായിരുന്നു? 1946 ഡിസംബർ 9-നായിരുന്നു. അവസാനത്തെ നടന്നത് 1950 ജനുവരി 24. 1946-ഉം 1950 ഓർമ്മ വയ്ക്കുക. പിന്നെ അവിടെ ഡിസംബർ 9 ഇവിടെ ജനുവരി. ഒരു ഡിസംബർ ഒരു ജനുവരി അങ്ങനെ ഓർത്താൽ മതി. ഡിസംബർ 9, ഇവിടെ ജനുവരി 24. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 284. 284. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? അതെല്ലാവർക്കും അറിയണതാണ് അല്ലേ? 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന പാസ്സാക്കപ്പെട്ടത് നവംബർ 26-നായതുകൊണ്ട് നമ്മൾ ആ ദിവസം എന്തായിട്ട് ആഘോഷിക്കുന്നുണ്ട്? ദേശീയ നിയമ ദിനമായി ആഘോഷിക്കുന്നു. നവംബർ 26 ദേശീയ നിയമ ദിനമായി ആഘോഷിക്കുന്നു. ദേശീയ ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നതും നവംബർ 26 തന്നെയാണ്. ദേശീയ നിയമ ദിനവും ദേശീയ ഭരണഘടനാ ദിനവും നവംബർ 26-ന് ആഘോഷിക്കുന്നു. ഈ 389 പേരും ചേർന്ന് ഭരണഘടന എഴുതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റെയ്സാദ. അതിന് കവർ പേജൊക്കെ തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. അത് പാസ്സാക്കിയത് 1949 നവംബർ 26. അപ്പം അങ്ങനെ ആ എഴുതി തയ്യാറാക്കിയ ഭരണഘടന റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ റെഡി ആയപ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് അറിയണ്ടേ? അതിനൊരു ആമുഖം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ 395 അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു. അനുച്ഛേദം എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ. 8 പട്ടികകൾ ഉണ്ടായിരുന്നു. പട്ടികകൾ ഷെഡ്യൂള്. 22 ഭാഗങ്ങളുണ്ടായിരുന്നു, പാർട്ട്. എന്തൊക്കെ ഉണ്ടായിരുന്നു? ആമുഖം ഉണ്ടായിരുന്നു, 395 അനുച്ഛേദം ഉണ്ടായിരുന്നു, 8 പട്ടിക ഉണ്ടായിരുന്നു, 22 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അതായിരുന്നു ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അതിന് കുറേ മാറ്റം വന്നു. ഇന്ന് 395 അനുച്ഛേദത്തിൻ്റെ സ്ഥാനത്ത് 470ഓളം അനുച്ഛേദങ്ങളുണ്ട്. 8 പട്ടികയുടെ സ്ഥാനത്ത് 12 പട്ടികയുണ്ട്. 22 ഭാഗങ്ങളുടെ സ്ഥാനത്ത് 25 ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ചാണ് പറഞ്ഞത്. ക്യാബിനറ്റ് മിഷനാണ് ഇത് രൂപീകൃതമാവാൻ കാരണമായത്. 1946 നവംബറിനാണ് സഭ രൂപീകൃതമായത്. ആ സമയത്ത് 389 അംഗങ്ങളുണ്ടായിരുന്നു. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 296 ആയിരുന്നു. 17 വനിതയുണ്ടായിരുന്നു, 17 മലയാളി ഉണ്ടായിരുന്നു. 17 മലയാളിയിൽ 3 വനിതയായിരുന്നു. ആ 3 പേരാണ് ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ എന്നിവർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ, പ്രഥമ അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ, സ്ഥിരം അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്, ഉപാധ്യക്ഷന്മാർ HC മുഖർജി, VT കൃഷ്ണമാചാരി. പിന്നെ ഇതിനെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് JB കൃപലാനി, സെക്രട്ടറി HVR അയ്യങ്കാർ. പിന്നെ പറഞ്ഞത് എന്തായിരുന്നു? ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് BN റാവു, കയ്യെഴുത്തുപ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റെയ്സാദ, ഹിന്ദി കയ്യെഴുത്തുപ്രതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണൻ, ആമുഖം ജവഹർലാൽ നെഹ്റു. 1949 നവംബർ 26-ന് ഇത് പാസ്സാക്കപ്പെട്ടു. അതുകൊണ്ട് നവംബർ 26 നിയമദിനമായിട്ടും ഭരണഘടനാ ദിനമായിട്ടും ആഘോഷിക്കുന്നു. ആ സമയത്ത് ഇതിലെ ആമുഖമുണ്ടായിരുന്നു, 395 അനുച്ഛേദമുണ്ടായിരുന്നു, 8 പട്ടികയുണ്ടായിരുന്നു, 22 ഭാഗങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴത് 470 അനുച്ഛേദം, 12 പട്ടിക, 25 ഭാഗങ്ങൾ എന്ന രീതിയിൽ മാറിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തതിൽ നമ്മൾ കുറച്ച് കമ്മിറ്റികളാണ് പഠിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാനപ്പെട്ട കമ്മിറ്റികളെയാണ് പാർട്ട് 3 നോക്കുന്നത്. ഓക്കെ, താങ്ക് യു.